ഇന്തോനേഷ്യയുടെ കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയയോട് ചേർന്നുള്ള ഒരു വലിയ രാജ്യമാണ് പാപ്പുവ ന്യൂഗിനി. PNG എന്ന ചുരുക്കപ്പേരിലും ഈ രാജ്യം അറിയപ്പെടുന്നു. ന്യൂഗിനി ദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഇന്തോനേഷ്യയും കിഴക്ക് ഭാഗം പാപ്പുവ ന്യൂഗിനി എന്ന രാജ്യവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദ്വീപ് രാഷ്ട്രമാണ് പാപ്പുവ ന്യൂഗിനി. കേരളത്തിൻ്റെ 12 ഇരട്ടി വലിപ്പമുണ്ടാകും. ഏകദേശം 1 കോടി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇന്ത്യക്ക് തുല്യമായ ആളോഹരി വരുമാനമാണ് ഈ രാജ്യത്തിനുള്ളത്. എങ്കിലും ഗ്രാമങ്ങളിൽ കടുത്ത ദാരിദ്ര്യമാണ്. ഇന്ത്യയിലെ പോലെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വികസിച്ചിട്ടില്ല. തലസ്ഥാന നഗരിയിൽ മാത്രമാണ് അല്പസ്വല്പം വികസനം എത്തിയിട്ടുള്ളത്. 60 വർഷത്തോളം ഓസ്ട്രേലിയ ഭരിച്ചിരുന്ന ഈ രാജ്യം 49 വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം നേടിയത്. 800-ലധികം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിലുണ്ട്. എങ്കിലും ഇംഗ്ലീഷാണ് ഒഫീഷ്യൽ ലാംഗ്വേജായി യൂസ് ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ 2ാമത്തെ രാജ്യമാണ് പാപ്പുവ ന്യൂഗിനി. 87% ആളുകളും ഗ്രാമങ്ങളിൽ ആണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് വികസനം ഈ രാജ്യത്തേക്ക് എത്തി നോക്കാത്തത്. ഗ്രാമങ്ങളിലെ ആളുകൾ വളരെ പഴഞ്ചന്മാരും അക്രമ സ്വഭാവമുള്ളവരും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞവരുമാണ്. കൃഷിയാണ് ഗ്രാമങ്ങളിലെ ഏക വരുമാന മാർഗം. ഈ രാജ്യത്ത് 85% ആളുകളും കാർഷിക വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 30%വും കൃഷിയിൽ നിന്നാണ് വരുന്നത്. പാപ്പുവ ന്യൂഗിനിയിലെ ഗ്രാമങ്ങളിൽ കടുത്ത അനാചാരങ്ങളും അപകടകരമായ അന്ധവിശ്വാസങ്ങളുമുണ്ട്. എങ്കിലും രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഗ്രാമങ്ങളുടെ ജീവിതശൈലിക്ക് സംരക്ഷണം ഉറപ്പുകൊടുത്തിട്ടുണ്ട്. നരഭോജികൾ ഈ രാജ്യത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ആചാരം ഏറെക്കുറെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പട്ടാളത്തിനും പോലീസിനും എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് പൗരാണികമായ രീതിയിലാണ് ഗ്രാമങ്ങളിൽ ആളുകൾ ജീവിക്കുന്നത്. ഗ്രാമങ്ങളിലെ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി ഹാരി ഡോൺസി എന്ന മിഷണറി പ്രവർത്തകൻ യാത്ര ചെയ്തപ്പോൾ ഒരു ഗ്രാമത്തിൽ 10,000-ഓളം തലയോട്ടികൾ കണ്ടെടുക്കുകയുണ്ടായി. 45 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന സ്വഭാവം ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ പാപ്പുവ ന്യൂഗിനി പിടിച്ചെടുക്കാൻ വേണ്ടി ജപ്പാനും പാശ്ചാത്യ ശക്തികളും തമ്മിൽ വമ്പിച്ച ഒരു യുദ്ധം നടക്കുകയുണ്ടായി. ഈ യുദ്ധത്തിൽ 2 ലക്ഷത്തോളം പട്ടാളക്കാർ മരിച്ചു വീണു. മരിച്ചവരിൽ ജപ്പാൻകാരും ഓസ്ട്രേലിയക്കാരും മാത്രമല്ല അമേരിക്കക്കാർ പോലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയെ ഏൽപ്പിച്ചു. 49 വർഷം മുമ്പാണ് ഓസ്ട്രേലിയയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോഴും ഓസ്ട്രേലിയയുമായി നല്ല ബന്ധമാണ്. ഏറ്റവും കൂടുതൽ ധനസഹായം ലഭിക്കുന്നതും ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പുണ്ട്. പാപ്പുവ ന്യൂഗിനിയുടെ സംസ്ഥാനമായ ബോഗൺവില്ല ദ്വീപിൽ കഴിഞ്ഞ 45 വർഷമായി വിഘടനവാദികളുടെ ശല്യമുണ്ട്. ബോഗൺവില്ല സംസ്ഥാനത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയെങ്കിലും അവർ തൃപ്തരായില്ല. 20,000-ഓളം ആളുകൾ ഈ കലാപത്തിൽ കൊലപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിലുള്ള ഖനികൾ കൂടുതലും ബോഗൺവില്ല പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ബഡ്ജറ്റിന്റെ 40%വും വരുമാനമുണ്ടാക്കുന്നതും ഈ സംസ്ഥാനമാണ്. പക്ഷേ ഖനികളുടെ പ്രവർത്തനം മൂലം ധാരാളം പരിസര മലിനീകരണം ഉണ്ടാവുന്നതായി ബോഗൺവില്ല സംസ്ഥാനക്കാർ പരാതിപ്പെടുന്നു. സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന് ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തണമെന്ന് ബോഗൺവില്ല സംസ്ഥാനക്കാർ വാശി പിടിച്ചു. അങ്ങനെ ഗത്യന്തരമില്ലാതെ പാപ്പുവ ന്യൂഗിനി 5 വർഷം മുമ്പ് ഈ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി. അത് വമ്പിച്ച ഒരു അബദ്ധമായിപ്പോയി. 98% ബോഗൺവില്ലക്കാരും പുതിയ രാജ്യം വേണമെന്ന് അഭിപ്രായ വോട്ടെടുപ്പിൽ തുറന്നു പറഞ്ഞു. ഇപ്പോൾ പുതിയ രാജ്യം അനുവദിക്കുന്ന നടപടിക്രമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപ്പുവ ന്യൂഗിനിയും ബോഗൺവില്ല സംസ്ഥാനവും. ഈ രാജ്യത്തിൽ ധാരാളം ചൈനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പല പ്രദേശങ്ങളിലും ചൈനക്കാർ വ്യാപാരത്തിൽ മിടുക്കന്മാരും സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ളവരുമാണ്. ചൈനക്കാരുടെ സ്വാധീനം പല പ്രദേശങ്ങളിലും വളർന്നു വരുന്നത് നാട്ടുകാരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി പലതവണ ചൈനക്കാർക്കെതിരായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ചൈനക്കാരുണ്ടാക്കുന്ന പല കമ്പനികളും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചൈനക്കാർക്കെതിരായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇടക്കിടക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതും ഈ രാജ്യത്ത് വലിയൊരു തലവേദന ആയിട്ടുണ്ട്. 30 വർഷം മുമ്പ് നടന്ന ഒരു ഭൂകമ്പത്തിൽ 2,000-ഓളം ആളുകൾ മരിക്കുകയുണ്ടായി. ഗ്രാമപ്രദേശങ്ങളിൽ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. പണ്ട് EK നായനാർ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അനേകം ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് അമേരിക്കയിലൊക്കെ ബലാത്സംഗം ചായ കുടിക്കുന്നത് പോലെ സാധാരണമാണ് എന്നാണ്.
പാപ്പുവ ന്യൂഗിനിയിൽ 27% പുരുഷന്മാരും ബലാത്സംഗം ചെയ്തിട്ടുള്ളതായി സമ്മതിച്ചിട്ടുണ്ട്. 14% ചെറുപ്പക്കാരും കൂട്ടമായ ബലാത്സംഗ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് സർവേകൾ കാണിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുനിസെഫ് നടത്തിയ ഒരു പഠനത്തിൽ ഭൂരിഭാഗവും ബലാത്സംഗത്തിനിരയാവുന്നത് 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ്. അതിനു പുറമെ ദുർമന്ത്രവാദവും കൂടോത്രവും ഗ്രാമങ്ങളിൽ സർവ്വസാധാരണമാണ്. വയസ്സായ സ്ത്രീകളെ ദുർമന്ത്രവാദിനികളാണെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണമാണ്. ഓരോ വർഷവും 100-ലധികം വൃദ്ധരായ സ്ത്രീകൾ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെ LGBT ഈ രാജ്യത്തിൽ കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് സംരക്ഷണം ലഭിക്കുകയില്ല. പാപ്പുവ ന്യൂഗിനിയിലെ നിയമപ്രകാരം ഹോമോസെക്ഷുവാലിറ്റി നിയമവിരുദ്ധമാണ്. ധാരാളം ധാതുലവണങ്ങളും വനവിഭവങ്ങളും മത്സ്യസമ്പത്തും ഉള്ള ഒരു രാജ്യമാണ് പാപ്പുവ ന്യൂഗിനി. എങ്കിലും ആഭ്യന്തര കലാപം കൊണ്ട് ഒരിക്കലും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. രാജ്യത്തിന്റെ നിമ്നോന്നതമായ ഭൂപ്രകൃതി മൂലം പല ഭാഗങ്ങളിലും റോഡുകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം. ഗ്രാമങ്ങളിൽ കാൽനടയായി മാത്രമേ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. തലസ്ഥാന നഗരിയെ നഗരങ്ങളുമായും പട്ടണങ്ങളുമായും ബന്ധിപ്പിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വളരെ പിന്നോക്കമാണ് ഈ രാജ്യം. അല്പസ്വല്പം സ്വർണവും ചെമ്പും കുഴിച്ചെടുക്കുന്നുണ്ട്. പാം ഓയിൽ ഉൽപ്പാദനവും അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് കാപ്പിപ്പൊടിയാണ്. ധാരാളം മലമ്പ്രദേശങ്ങൾ ഉള്ളതുകൊണ്ട് കാപ്പിയുടെ കൃഷി വ്യാപകമായിട്ടുണ്ട്. മനോഹരമായ കോഫി എസ്റ്റേറ്റുകൾ രാജ്യത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. പാപ്പുവ ന്യൂഗിനിയിൽ വിദേശികളോട് ശത്രുതാപരമായ ഒരു സമീപനമാണ് ഉള്ളത്. ഗ്രാമങ്ങളിലെ ജനങ്ങൾ തീരെ സൗഹാർദ്ദമുള്ളവരല്ല. ആക്രമണ സ്വഭാവം ഉണ്ട് താനും. എങ്കിലും ക്രിസ്ത്യൻ മിഷണറിമാർ കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചേരുകയും ജനങ്ങളിൽ ഭൂരിഭാഗത്തെയും ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമങ്ങളുടെ പുരോഗതിക്ക് ക്രിസ്ത്യൻ പള്ളികളും അവയിലെ പുരോഹിതന്മാരും വമ്പിച്ച സംഭാവന നൽകുന്നുണ്ട്. രാജ്യത്തെ 500ഓളം സ്കൂളുകൾ നടത്തുന്നത് ഇവാഞ്ചലിക്കൽ ലുഥേറൻ ചർച്ചാണ്. തലസ്ഥാനത്ത് നിന്നും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ മറ്റ് പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ചെറിയ വിമാനങ്ങൾ ഉപയോഗിച്ചാണ്. റോഡുകൾ ഇല്ലാത്തതും റെയിൽവേ സംവിധാനം ഇല്ലാത്തതും വിമാനമല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തലസ്ഥാന നഗരി ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരാണ് ഈ രാജ്യത്തിലെ ഗ്രാമീണ ജനത. സ്വന്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ് ഈ പൗരാണിക ആദിവാസി സമൂഹം. പാപ്പുവ ന്യൂഗിനിയുടെ തലസ്ഥാനമായ പോർട്ട് മോസ്ബി നഗരം ധാരാളം കുറ്റകൃത്യങ്ങളുള്ള അപകടങ്ങൾ നിറഞ്ഞ ഒരു വൻ നഗരമാണ്. 3,65,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. ലോകത്തിൽ ഏറ്റവും ജീവിക്കാൻ പ്രയാസമുള്ള നഗരമായി പോർട്ട് മോസ്ബി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ലഹളകളും ഗുണ്ടാ ആക്രമണങ്ങളും പതിവാണ്. സിവിൽ സർവന്റുകളെയും പോലീസ് ഓഫീസർമാരെയും തട്ടിക്കൊണ്ടുപോവുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് വളരെ പതിവായ കാര്യമാണ്. അനേകം സിവിലിയൻസ് പതിവായി ഇത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നുമുണ്ട്. അടുത്ത കാലത്തായി ചൈനക്കാരായ ബിസിനസ്സുകാരെയാണ് കൂടുതലായി ആക്രമിക്കുന്നത്. പലപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും പട്ടാളത്തിന്റെ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിലും അക്രമത്തിന് യാതൊരു കുറവും ഈ രാജ്യത്ത് ഉണ്ടാവുന്നില്ല. പോർട്ട് മോസ്ബി നഗരത്തിലെ ഏഷ്യ അരോമ റെസ്റ്റോറൻറ്റ് ചൈനീസ് വിഭവങ്ങളാണ് നൽകുന്നത്. വിദേശികൾ ഇഷ്ടപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഏഷ്യ അരോമാസ് റെസ്റ്റോറൻറ്റ്. അതുപോലെ ഡൈക്കോക്കു റെസ്റ്റോറൻറ്റ് ജാപ്പനീസ് ഭക്ഷണമാണ് നൽകുന്നത്. മുതലയുടെ ഇറച്ചി ഇവിടെ പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ റോയൽ പാപ്പുവ യോട്ട് ക്ലബ് ഓസ്ട്രേലിയൻ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ബുഫേ രീതിയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. ഈ ക്ലബിൽ മെമ്പർഷിപ്പുള്ള ഒരാളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറുവാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഡഫി കഫേ തുറമുഖത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിലെ ഏറ്റവും മികച്ച കോഫി ഷോപ്പായി ഡഫി കഫേ അറിയപ്പെടുന്നു. ഈ കോഫി ഷോപ്പിന് വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ലോഞ്ചിൽ ഒരു ചെറിയ ബ്രാഞ്ച് ഉണ്ട്. പോർട്ട് മോസ്ബി നഗരത്തിൽ കാറുകൾ ആക്രമിക്കുന്നതും യാത്രക്കാരെ കൊള്ളയടിക്കുന്നതും പതിവ് കാഴ്ചയാണ്. വിദേശികളെ പ്രത്യേകിച്ചും ആക്രമിക്കാറുണ്ട്. നഗരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുവാൻ പോലീസിന് സാധിക്കുന്നില്ല. പലപ്പോഴും പോലീസ് ഓഫീസർമാരെയും നിരന്തരമായി ആക്രമിക്കാറുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ചെറുപ്പക്കാർ സംഘങ്ങളായി ചുറ്റിക്കറങ്ങുകയും വിദേശികളെയും നാട്ടുകാരെയും തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സാധാരണമാണ്. പോർട്ട് മോസ്ബിയിലെ ജാക്സൺസ് ഇന്റർനാഷണൽ എയർപോർട്ട് വിദേശ രാജ്യങ്ങളിലേക്കും രാജ്യത്തിനുള്ളിലേക്കും സർവീസ് നടത്തുന്നു. ഈ വലിയ വിമാനത്താവളത്തിന് പുറമെ 578 ചെറിയ വിമാനത്താവളങ്ങളും ഈ രാജ്യത്തിലുണ്ട്.
ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മറ്റു പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ വിമാന സർവീസുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു.